ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു സിഗരറ്റ് പാൻ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാൻ കുറേ അളവുകൾ വേണം. നമുക്ക് ഹിപ്പിൻ്റെ അളവ് വേണം, സീറ്റ് അളവ് വേണം, ഹൈറ്റ് വേണം, നീ ജോയിൻറ്റിൻ്റെ അളവ് വേണം, പിന്നെ ആംഗിൾ സർക്കംഫറൻസ് വേണം. ഇത്ര അളവുകൾ വേണം സാധാരണഗതിയിൽ നമുക്ക് സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരളവെടുത്തു, നോർമൽ പാൻറ്റിന് അളവെടുത്തു, അത് നമ്മൾ സീറ്റ് അളവ്, ഹൈറ്റും കൂടി വന്ന ബോട്ടത്തിൻ്റെ ഗോളിൻ്റെ സർക്കംഫറൻസും കൂടെ എടുക്കാറുള്ളൂ സാധാരണ. പെട്ടെന്ന് കസ്റ്റമർ വിളിച്ച് പറയാം നമ്മളോട്, പിന്നെ ടൈറ്റ് പാൻറ്റാണ് നമുക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടുന്നത് സിഗരറ്റ് കട്ട് പാൻറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ പെൻസിൽ കട്ട് പാൻറ്റാണ് വേണ്ടുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ തയ്ക്കണം, അല്ലെങ്കിൽ പലാസോയാണ് വേണ്ടത്, ഞങ്ങൾക്ക് അങ്ങനെ തയ്ച്ചു തന്നാൽ മതി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ വീണ്ടും കസ്റ്റമറെ നമ്മൾ വരുത്തി, കടയിലോട്ട് വരുത്തി വീണ്ടും രണ്ടാമത് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ നടത്താനും പാടില്ലല്ലോ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് വെച്ച് നമ്മളെങ്ങനെ ഈ പാൻറ്റ് എത്ര നീറ്റായിട്ട് കട്ട് ചെയ്യുമെന്ന് നോക്കാം. അത് മാത്രമല്ല, പുതുതായിട്ട് പഠിക്കുന്നവർക്ക് നമ്മൾ ഈ ഒരുപാട് മെഷർമെൻറ്റ്സൊക്കെ വെച്ച് കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും കൺഫ്യൂഷനായിരിക്കും. ഞാൻ ഈസി ആയിട്ട് ഒരു 2-3 അളവുകൾ വെച്ച് നീറ്റായിട്ട് അതേസമയം എല്ലാ അളവും എടുത്ത് കട്ട് ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിൽ എങ്ങനെ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും മറക്കണ്ട, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. എനിക്കിപ്പോൾ തുണിയെ ഇറക്കം തികയത്തില്ല, അതുകൊണ്ട് ഞാൻ തുണി 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. ഹൈറ്റ് തികയാത്തത് കാരണം തുണിയെ 2ആയിട്ട് നമ്മൾ 2 മീറ്റർ ഉള്ളത് കാരണം ഞാനിങ്ങനെ ക്രോസിലിട്ടിട്ട്, വീതിയുള്ള തുണിയായിരുന്നേ, ഇങ്ങനെ ക്രോസിലിട്ടിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം 2 നമുക്ക് മേളിൽ ഇങ്ങനെ മടക്കി അങ്ങിടാമേ. ഒരു പീസ് മടക്കിയിട്ടു, അതിൻ്റെ പുറത്തോട്ട് മറ്റേ പീസും കൂടെ മടക്കിയിടാം. അപ്പം നമ്മൾ 2 പീസ് തുണിയും മേളിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇനി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ അതിനുള്ള സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കെയില്, ചോക്ക്, ടേപ്പ്, ഈ ബെൻഡ് സ്കെയിലും വേണം. ഇതും ഇരിക്കട്ടെ. ഇപ്പോൾ എനിക്ക് വേണ്ടത് 38 ഇഞ്ച് ഹൈറ്റാണ്. ഇപ്പോൾ 38 ഇഞ്ച് ഹൈറ്റിൽ ഇത് എനിക്ക് തുണി തികയത്തില്ല. അത് കാരണം ഞാൻ മടക്കി തയ്ക്കാൻ ഞാനിവിടെ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുവാണ്. അപ്പം താഴെ ഞാൻ ഒരു ലൈൻ കൊടുത്ത് അവിടുന്ന് താഴെ നിന്ന് നമ്മളിങ്ങോട്ട് മുകളിലോട്ട് 38 ഇഞ്ച് ഹൈറ്റ് എടുക്കാം. 38 ഇഞ്ച് ഹൈറ്റ് എടുത്താലും ഇപ്പോൾ എനിക്കിവിടെ ബെൽറ്റ് തയ്ക്കാൻ തുണി തികയില്ല. അത് കാരണം ഞാൻ എന്ത് ചെയ്യുക, ഒരു 2 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ള തുണി ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് എടുത്ത് വെക്കുവാണ്. ഇവിടെ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. അത് കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം. ബാക്കി എനിക്ക് കറക്റ്റ് 38, പക്ഷേ തയ്ച്ച് വരുമ്പോൾ ഇത് 37 കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് തയ്ക്കാൻ തുണി പോകുമല്ലോ. പിന്നെ എൻ്റെ സീറ്റ് അളവ് വന്ന് 43 ഇഞ്ചാണ്. അപ്പം 43 ഇഞ്ച് സീറ്റ് അളവ് വെച്ച് നമുക്ക് ക്രോച്ചിൻ്റെ അളവ് കണ്ടുപിടിക്കണം. ക്രോച്ചിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 4, 43 ഡിവൈഡഡ് ബൈ 4 10.75 വരും. ഇവിടുന്ന്, അതായത് ഈ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്നിടത്തും താഴോട്ട് 10.75 ഇഞ്ച് ഞാൻ അങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുവാണ്. ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ഹൈറ്റ്. ഇനി വേണ്ടത് നമ്മുടെ സീറ്റിൻ്റെ ചുറ്റളവാണ്. സീറ്റിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സീറ്റ് ചുറ്റളവ് ഡിവൈഡഡ് ബൈ 3, 43 ഡിവൈഡഡ് ബൈ 3. 43 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 14.3 വരും. ഇപ്പം ഞാൻ 14.5 എടുക്കുക. ഇത് 14.5 ഇഞ്ചാണ് നമ്മുടെ സീറ്റിൻ്റെ ചുറ്റളവ്. പിന്നെ വേണ്ടുന്നത് നമുക്ക് ഹൈറ്റ് എടുത്തു. പിന്നെ വേണ്ടത് നമ്മുടെ നീയുടെ, അതായത് മുട്ടിൻ്റെ ഇറക്കമാണ് വേണ്ടുന്നത്. മുട്ടിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ ക്രോച്ച് ഇറക്കം വെച്ചെടുത്തു നിന്ന് താഴെ വരെയുള്ള ഇറക്കം എത്ര ഉണ്ടെന്ന് നോക്കണം. 26 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3, അതിൻ്റെ പകുതി 13. 26ൻ്റെ പാതി 13. ഈ 13ൽ നിന്ന് 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റണം. ഇതാണ് നമ്മളുടെ മുട്ടിൻ്റെ ഇറക്കം. നമ്മൾ കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് മുട്ടിൻ്റെ ഇറക്കം എടുത്തില്ലെങ്കിൽ
നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്രോച്ചിൻ്റെ ഹൈറ്റ് ടു ബോട്ടം ഹൈറ്റ് എത്രയുണ്ടോ അതിൻ്റെ പാതി പ്ലസ് 2 ഇഞ്ച്, മുകളിലോട്ട് 2 ഇഞ്ച് കയറ്റി വെക്കണം. ഇതാണ് നമ്മളുടെ മുട്ടിൻ്റെ ഇറക്കം. ഇപ്പം നമുക്ക് ഈ ക്രോച്ചിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കണം. ക്രോച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ക്രോച്ച് നമുക്കിപ്പം 14.5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ 7.25. ഇവിടെ നമ്മൾ 7.25 വെക്കണം. 7.25 ഇവിടെയും നമ്മൾ 7.25 വെക്കണം. 7.25 വെച്ചിട്ട് ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്റർ ലൈന്. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്റർ ലൈൻ. ഇതേ ബേസ് ചെയ്താൽ നമ്മൾ ഇനി ബാക്കി അളവുകളെല്ലാം ചുറ്റളവുകളെല്ലാം എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് താഴെ എടുക്കാം. നമുക്ക് താഴെ ബോട്ടത്തിൻ്റെ ഹോൾ എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പം പകുതി 7 ഇഞ്ച്. അപ്പം ഈ ലൈനയിൽ, ഈ സെൻട്രൽ ലൈനയിലോട്ട് ടേപ്പ് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു 3.5 ഇഞ്ച്, ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച്, അതായത് 7 ഇഞ്ച്. ഇവിടെ ഇപ്പോൾ 7 ഇഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ, അതായത് മുട്ടിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. മുട്ടിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേപ്പിനെ ഈ ക്രോച്ച് ലൈനിൽ വെച്ചിട്ട് ഇവിടോട്ട് പിടിച്ചാൽ ഇവിടെ വരുന്ന സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ഈ ഈ മാർക്ക്, അതായത് ഇതും കൂടെ പിടിക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റ് അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കണം. അകത്തോട്ട് 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പം എത്ര കിട്ടുമെന്ന് നോക്കാം. ഇതിപ്പം 4.25 കിട്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 4.25 വെക്കണം. 4.25 8 17 ഇഞ്ചാണ് നമ്മുടെ മുട്ടിൻ്റെ ചുറ്റളവ് കിട്ടുന്നത്. ഇത് കറക്റ്റായിരിക്കും. ഇപ്പം നമുക്ക് ഇതങ്ങ് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാർക്ക് നമ്മൾ ബെൻഡ് സ്കെയിലൊന്നും വെക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ആയിപ്പോമേ. ഈ പോയിൻ്റ് രണ്ടും കൂടെ അങ്ങ് ഇത് ചെയ്താൽ മതി. എന്നിട്ട് ഈ മേളിലോട്ടുള്ള ലൈൻ, അതായത് നമ്മുടെ ക്രോച്ചിൻ്റെ ഇവിടോട്ടുള്ള ലൈന് നമ്മൾ ബെൻഡ് സ്കെയിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ മാർക്ക് ചെയ്ത ശേഷം ഈ ടേപ്പിനെ തിരിച്ച് വെച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ മാർക്ക് ചെയ്തെങ്കിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഈ മാർക്കിൽ നിന്ന് ഇവിടുന്ന് ഈ ലൈനിലോട്ട് ഇങ്ങനെ കൊണ്ടുപോരുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. കണ്ടോ? ഇവിടെ നല്ല ഷേപ്പിൽ നമുക്ക് മാർക്ക് കിട്ടും. അടുത്തത് നമുക്കിപ്പം നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മളുടെ ഈ സീറ്റിൻ്റെ റൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് അകത്തോട്ട് 1.5 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുക. ഈ 1.5 ഇഞ്ചിലെടുത്ത മാർക്കിൽ നിന്ന് ഈ മേളിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിപ്പോൾ ഫ്രണ്ടാണ്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ 1 ഇഞ്ച് ചേർത്തെടുക്കണം. 1-1.5 വേണേലും എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഈ 1 ഇഞ്ച് ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പാൻറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകും. ചില ആൺപിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ കാണത്തില്ല, ബാക്ക് സൈഡ് ഇങ്ങനെ താഴെ ഇറങ്ങി കിടക്കുന്നത്, അതുപോലെ ഇറങ്ങിപ്പോകും. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഇച്ചിരി കൂട്ടി കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ക്രോസ് ആയിട്ട് ഇവിടെ കറക്റ്റായിരിക്കും. ഇവിടോട്ട് വരുമ്പോൾ ഈ സെൻറ്റർ പാർട്ട് വരുമ്പോൾ നമുക്ക് ഇവിടോട്ട് 1.5 ഇഞ്ച് കൂടുതൽ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇവിടെ എല്ലാം 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. ബാക്ക് പീസിൽ മാത്രമാണ് ഇതേ 2 ഇഞ്ച് എക്സ്ട്രാ. ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുക. ഇവിടെ എല്ലാം നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുവാണേ. 1.5 1.5 1.5 1.5 1.5 1.5. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ടേപ്പ് വെച്ച് വരയ്ക്കുക, വളഞ്ഞ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം.
നമ്മൾ അകത്തെ പീസിങ് എടുത്തിട്ട് ഇത് 2 പീസായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് തന്നെ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ തുണി കുറവായതുകൊണ്ട് 2 പീസായിട്ടൊന്നും ഇട്ടില്ല. തുണി തീരെ കുറവാന്ന് തോന്നിയത് കാരണം. ഇപ്പോൾ നമ്മൾ എടുത്തത് മാറ്റിയത് ബാക്ക് പീസാണ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. തുണി കുറവായ കാരണം ഞാൻ 2ആയിട്ട് തുണി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെയും തികയാതെ വന്നല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ കട്ട് ചെയ്യുമായിരുന്നേ. നമുക്ക് ഫ്രണ്ടും കട്ട് ചെയ്യാം. ഇത് ഇലാസ്റ്റിക് ഇടാനാണ്. നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക്, ഇത് ഫ്രണ്ട്. തുണി ആവശ്യത്തിനുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ തുണിയെല്ലാം കുറവാണ് വരുന്നത്. 2 മീറ്ററിൽ കൂടിയ തുണിയേ വരുന്നില്ല. പിന്നെ ഇറക്കം വേണം താനും. ഇറക്കമില്ലാതെ നമുക്ക് കട്ട് ചെയ്താലും ശരിയാകത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിന് ഇലാസ്റ്റിക് എടുക്കുന്നത് നമ്മുടെ സീറ്റ് ചുറ്റളവ് ÷ 3 എടുത്താൽ മതി ഇലാസ്റ്റിക് നോർമലി എടുക്കാൻ. പിന്നെ ഒത്തിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വരേണ്ടി വരും. ഒട്ടിയ വയർ ഒത്തിരി ആണെങ്കിൽ ആ പകുതി എടുത്താൽ തന്നെ മതി. ചുറ്റളവിൻ്റെ പകുതി എടുത്താൽ തന്നെ മതി. സീറ്റിൻ്റെ ഹിപ്പളവ് വെച്ച് നോക്കുക. എന്നാൽ ഹിപ്പളവിൽ നിന്ന് ഒരു 5 ഇഞ്ച് മൈനസ് ചെയ്ത് അല്ലെങ്കിൽ 6 ഇഞ്ച് മൈനസ് ചെയ്ത് എടുത്താൽ ഇലാസ്റ്റിക്കിൻ്റെ അളവും റെഡിയാകും. ഓക്കെ. ഇപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഒത്തിരി അളവുകളെടുത്ത് ഇനിയും കുറച്ചും കൂടെ നന്നായിട്ട് കട്ട് ചെയ്യാം. ആദ്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇനി ബാക്കി എല്ലാ അളവുകളും എടുത്ത് നീ അളവ്, താഴത്തെ അളവ്, സീറ്റിൻ്റെ പിന്നെ തയ്യയുടെ അളവ്, അതായത് തുടയുടെ അളവ് ഒക്കെ എടുത്ത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ വെട്ടുന്നതെന്ന് ഇനിയൊരു വീഡിയോ ഞാൻ ഇടാം. ഇത് ബേസിക്കാണ്. ഇത് നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞ ശേഷം രണ്ടാമത് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഇടാം. എല്ലാം എടുത്ത് എല്ലാ മെഷർമെൻറ്റ്സും എടുത്ത് പെർഫെക്റ്റായിട്ട് തയ്ക്കുന്ന മെഷർമെൻറ്റ് അടുത്തത് ഇടാം. ഇതും ഈ അളവും കറക്റ്റായിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റേതും വരുന്നത്. പക്ഷെങ്കിൽ പോക്കറ്റൊക്കെ വെക്കുകയും പിന്നെ ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ബാൻഡൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡിൽ ഹൂക്കൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ഈ അളവിൽ നമ്മൾ തയ്ച്ചാൽ ശരിയാകത്തില്ല. അതിന് ചില വേറെ അളവുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള പാൻറ്റ് അപ്പം അങ്ങനെയുള്ള പാൻറ്റ് ഞാൻ ഇനി കുറച്ച് ഇതൊക്കെ തയ്ച്ച ശേഷം കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം അങ്ങനെ പഠിപ്പിക്കാം കേട്ടോ. അപ്പം പാൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട. ഓക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ടൈലറിങ് ഇഷ്ടമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഓക്കെ.